സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉപദേശം കൂടിയേ ഇനി എനിക്ക് തരാനുള്ളൂ. ശക്തനോടെന്നും സൗഹൃദം, സമനോട് ബന്ധുത്വം, ദുർബലന് മേൽ അധീശത്വം. ഈ ലോകത്ത് ഇന്ന് വരെ നടന്നത് ഇതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാനിരിക്കുന്നതും ഇത് തന്നെ. മനസ്സിലാവുണ്ടോ തനിക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ഉവ്വ്. പക്ഷേ ഒരു സംശയം. രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് രോഗത്തെയാണോ രോഗകാരണത്തെ? ചിലപ്പോൾ രോഗത്തെ, മറ്റു ചിലപ്പോൾ കാരണത്തെ. ശ്രുതം, വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ് അത് നിനക്കുണ്ട്. ബാക്കിയെല്ലാം വഴിയെ നീ പഠിപ്പിക്കും. കാലം, ടൈം. താൻ അവിടെ നിന്നേ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ താൻ നേരത്തെ ചിരിച്ചത്? എടോ, രോഗകാരണത്തെ ചികിത്സിക്കാതെ രോഗത്തെ ചികിത്സിക്കുന്നതാ നമ്മുടെയൊക്കെ കുഴപ്പം. രണ്ട് വ്യക്തികൾ തമ്മിലോ വ്യവസ്ഥകൾ തമ്മിലോ ആശയങ്ങൾ തമ്മിലോ വിശ്വാസങ്ങൾ തമ്മിലോ സംഘർഷമുണ്ടാവുമ്പോ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായി പോയനടോ. എനിക്ക് സന്തോഷമായിടോ. അവൻ മിടുക്കനാ. താൻ പറയാറുള്ളത് പോലെ മിടുമിടുക്കൻ. നാളെ നീ ഒരു സ്ഥലം വരെ പോണം. പാലക്കലെ അരവിന്ദാക്ഷമേനോന്റെ വീട്ടിലേക്ക്. അയാൾക്കൊരു മോളുണ്ട്. നല്ല കുട്ടി. എല്ലാം കൊണ്ടും നിനക്ക് ചേരും. എന്റെ മരുമോളായിട്ട് ഈ തറവാട്ടിലേക്ക് വരേണ്ടത് ആ കുട്ടിയാണ്. എന്തു പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല.